ഇന്നൊരു ഈസി എഗ് റോസ്റ്റ് നോക്കിയാലോ. ഈസിയാണ്, പക്ഷേ ടേസ്റ്റിന് യാതൊരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, സവാള, കറിവേപ്പില, പച്ചമുളക് ആവശ്യത്തിന്, പിന്നെ തക്കാളി. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു അയൺ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക. അതിലേക്ക് വറ്റൽമുളക്, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് വഴറ്റി ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. സവാള ഒന്ന് വാടി മറിഞ്ഞതിന് ശേഷം തക്കാളി അരിഞ്ഞത് ചേർക്കുക. എല്ലാം ഒന്ന് വാടി കുഴഞ്ഞതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ച മണമെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാൽ ചേർക്കുക. തേങ്ങാപ്പാലല്ല കേട്ടോ, പശുവിൻ പാൽ തന്നെ. ടേസ്റ്റിൽ ഒരു വ്യത്യാസവും വരത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസിയാണ്. എല്ലാം ചേർത്ത് വാടിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അധികം ഗ്രേവി അല്ല വേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളവും ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. ഇതെല്ലാം അടച്ചു വെച്ച് വേവിക്കുക. ഇതിലേക്ക് മുട്ടയിട്ടും അല്ലാതെയും എടുക്കുക. മുട്ട ഇടാതെ തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ്. പിന്നെ എരി ബാലൻസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ശകലം പഞ്ചസാരയും കൂടെ ചേർക്കും. ടേസ്റ്റും കൂടും, എരിയും എല്ലാം ഒന്ന് ബാലൻസ് ആവും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ എല്ലാം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. താങ്ക് യു.